നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് രണ്ടാമതാണ് ഋതുമോളുടെ കല്യാണം മുടങ്ങുന്നത്. ഇനിയും ആരെങ്കിലും നിശ്ചയിച്ചുറപ്പിച്ച അത് നടക്കുന്ന എന്താ ഇത്ര ഉറപ്പ്? ചേച്ചി എന്താ പറയുന്നേ? അവളിങ്ങനെ കല്യാണമാകാതെ ഇവിടെ നിൽക്കണമെന്നാണോ? അല്ല പ്രതാപ, ഞാൻ അങ്ങനെ ചിന്തിക്കൂ? ഞാൻ വളർത്തിയ കുട്ടിയല്ലേ അവള്. പിന്നെ എന്താ ചേച്ചി പറഞ്ഞു വരുന്നത്? ഈ കല്യാണം നടക്കാനുള്ള വഴിയെക്കുറിച്ചാ ഞാൻ പറഞ്ഞു വരുന്നത്. പുറത്തുനിന്ന് ആലോചിക്കുമ്പോഴല്ലേ ഇങ്ങനെ നുണയും കഥയും പറഞ്ഞു മുടക്കുന്നത്. നമുക്കിനി പുറത്തുനിന്ന് ആലോചിക്കണ്ട. കുടുംബത്തിനകത്ത് തന്നെ അവൾക്കൊരു മുറച്ചെറുക്കനുണ്ടല്ലോ, ദീപക്. അവര് തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചാൽ എന്താ? അങ്ങനെ നടന്ന നിനക്കുണ്ടായ ഈ മാനക്കേടിനൊക്കെ പരിഹാരമാകും. നീ ഇങ്ങനെ ചിന്തിച്ച് വിഷമിക്കണ്ട. ഋതികയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ ദീപക് ആകെ മാറും. അവളെ അവനെ മാറ്റിയെടുത്തോളൂ. ഈശ്വര, ഇവനുമായിട്ടുള്ള ബന്ധത്തിന് അച്ഛൻ സമ്മതിക്കരുത്. പ്രതാപ, ദേ ഭഗവാന്റെ സന്നിധിയാ. ഈ തിരുമുമ്പിൽ വെച്ച് നീ ഒരു തീരുമാനം എടുക്കണം. ഭഗവാന്റെ മുന്നിൽ അത് പറയണം. ചേച്ചി, ക്ഷേത്ര സന്നിധിയിൽ ഭഗവാന്റെ മുന്നിൽ വെച്ച ചേച്ചി ഇത് പറഞ്ഞത്. കല്യാണത്തോടെ ഇവൻ നന്നാകുന്നുള്ള പ്രതീക്ഷ. ശരി, ഞാനിത് സമ്മതിക്കുന്നു. എന്റെ മോളുടെ കല്യാണത്തിന്റെ പേരിൽ ഇനി ആരുടെ മുമ്പിലും തലകുനിക്ക് എനിക്ക് വയ്യ. അതുകൊണ്ട് ഏറ്റവും അടുത്തുള്ള ഒരു മുഹൂർത്തം നിശ്ചയിച്ച് ഋതികയും ദീപക്കും തമ്മിലുള്ള വിവാഹം നടത്താൻ ഞാൻ തീരുമാനിക്കുന്നു. അല്ലേട്ടാ, അത് ഋതുമോൾക്ക് സമ്മതാണോന്ന്, അവൾക്ക് ഇഷ്ടാണോന്ന്? ഇവൾ എന്റെ മകളാണെങ്കിൽ എന്റെ തീരുമാനം അംഗീകരിച്ച് വിവാഹത്തിന് സമ്മതിക്കും. ഇവളുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 2 വട്ടം അപമാനിക്കപ്പെട്ടു. ഇനി അങ്ങനൊരു അപമാനം താങ്ങാനാവില്ല. എന്റെ അഭിമാനം കാക്കാൻ ഇവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കും. ഭഗവാനെ, അച്ഛന്റെ ഈ തീരുമാനത്തെ എതിർത്ത് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ എനിക്കാവില്ല. നീ തന്നെ എന്നെ കാത്തുരക്ഷിക്കണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.